ഏസ് ബജാജിൻ്റെ ഹാൻഡ് ഗ്രിപ്സ് ലാസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ KTM ഗ്രിപ്സ് ഇട്ടായിരുന്നു. ബട്ട് അതിനുശേഷം എൻ്റെ ആക്സിലേറ്റർ ജാമാവുന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം ഇത് അയച്ച് സെറ്റ് ചെയ്തിട്ടും അത് മാത്രം എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വണ്ടി കൈ കൊടുക്കുമ്പോൾ കയറാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് ചെയിൻ ലൂബൊക്കെ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ലൂബൊക്കെ ചെയ്തിട്ടും എന്തോ ഒരു കൈ കൊടുക്കുമ്പോൾ ഒരു പിടുത്തം കണക്കെ തോന്നിയായിരുന്നു. അപ്പോൾ സംഭവം നിങ്ങൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുഴപ്പമില്ല, റൈറ്റ് സൈഡിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് ട്യൂബുണ്ട്, അത് ബജാജിൻ്റെ തന്നെ ഇടണം. എന്നിട്ട് KTM ഈ ഒരു റബ്ബർ മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റും ചെയ്യും. കറക്റ്റായിട്ട് ഈ ഒരു ജാമിൻ്റെ ഇഷ്യൂ മാറും. എനിക്ക് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ലായിരുന്നു വണ്ടി. അപ്പോൾ സംഭവം ഇതെടുത്തിട്ടപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി കൈ കൊടുത്തപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങ് ഒഴിവും കണക്കായി. അപ്പോൾ ഈ രണ്ടും കാണാൻ ഒരേപോലെയൊക്കെ ഇരുന്നാലും ഇതിൻ്റെ ചെറിയ രീതിക്ക് ഡയമെൻഷൻസൊക്കെ വ്യത്യാസം വരും. പിന്നെ ആ ഒരു KTM ആ ഒരു ട്യൂബിൽ നിന്ന് ഈ ഒരു സാധനം ഊരിയെടുത്ത് ഇതിലോട്ട് ഇടാന്നുള്ളത് കുറച്ച് ടാസ്കും അതേപോലെ സമയമെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഊരിയെന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും KTM ഗ്രിപ്സ് ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ഇതിനു മുമ്പേ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വണ്ടി കുറച്ചുകൂടെ സ്മൂത്തായിട്ട് മാറും. പലവന്മാരും ഒരു വീഡിയോ ഇട്ട് ഞാൻ ആ വഴിക്കങ്ങ് പോവും. പിന്നെ ബാക്കി കിട്ടുന്ന പണികളൊന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ചെയ്ത സ്ഥിതിക്ക് അപ്ഡേറ്റ് ചെയ്യാനും. അപ്പോൾ ബൈ ബൈ.